സിന്ധു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരെ നമുക്ക് മെസ്സേജ് ചെയ്യുമോ ജ്വല്ലറി മേക്കിങ്ങിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ഒരുപാട് ലെങ്ത് ഇല്ലാതെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ടൂൾസാണ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നതും ഇത്രയും ടൂൾസാണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഇത് കട്ടർ എന്നാണ് പറയുക കേട്ടോ. വയർ കട്ടർ എന്നും പറയാറുണ്ട്. നോർമൽ കട്ടറാണ്. അതേപോലെ തന്നെ ഇത് പ്ലെയർ, ഇത് റൗണ്ട് നോസ് പ്ലെയർ എന്ന് പറയും കേട്ടോ. ഇതിൻ്റെ നോസ് ഉണ്ട്, ഇതേപോലെ റൗണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇത് ഫ്ലാറ്റ് നോസ് പ്ലെയർ എന്നാണ് പറയുക കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് പഞ്ച് ഹോൾ പ്ലെയർ എന്ന് പറയും. ഇതല്ലാതെയും ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഐ മീൻ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമ്മുടേത് ഇത്രയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കട്ടർ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഐറ്റം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഹെഡ് പിന്ന്, ഐ പിന്നൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചാൽ ഹെഡ് പിന്നും ഐ പിന്നൊക്കെ നിങ്ങൾ ഇത് വെച്ചിട്ട് ഒരുപാട് അങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കട്ടർ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കട്ടറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ആൻറ്റി ടാർണിഷ് ജംപ് റിങ്സും അതുപോലെ മെമ്മറി വയറൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് വയർ കട്ടറായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ചെയിൻ ഉണ്ടല്ലോ, ചെയിനിൻ്റെ ഈ കണക്റ്റേഴ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. കട്ട് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടാവുമോ എന്നറിയില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ടായി കിട്ടും. വീഡിയോയിൽ കണ്ടില്ല അല്ലേ? ഇതുപോലെ ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഇതുണ്ടോ കട്ടായി വന്നിട്ടുണ്ടത്. ഇതുണ്ടോ? ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വയേഴ്സ് ഉണ്ടല്ലോ, ഫ്യൂസ് വയറോ അതല്ലാന്നുണ്ടെങ്കിൽ ഗിയർ വയർ, കോപ്പർ വയർ, അങ്ങനെയുള്ള വയേഴ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒറ്റ പ്രസ്സിൽ തന്നെ അത് കട്ടായി കിട്ടും. നെക്സ്റ്റ് വരുന്നത് പ്ലെയർ. പ്ലെയർ നമ്മൾ ഉപയോഗിക്കുക നമുക്ക് ഗിയർ ലോക്കൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പ്ലെയർ ഉപയോഗിക്കുക. ജംപ് റിങ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതിനാണ് പ്ലെയർ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഫ്ലാറ്റ് നോസ് പ്ലെയർ. ഏകദേശം ഈ ഒരു നോർമൽ പ്ലെയറിൻ്റെ സെയിം യൂസ് തന്നെയാണ് ഫ്ലാറ്റ് നോസ് പ്ലെയർ വരുന്നത്. പക്ഷേ എനിക്ക് നോർമൽ പ്ലെയറിനേക്കാളും കുറച്ചുകൂടി ഫിനിഷിങ്ങിൽ കിട്ടാൻ തോന്നിയിട്ടുള്ളത് ഫ്ലാറ്റ് നോസ് പ്ലെയറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. പിന്നെ വരുന്നത് റൗണ്ട് നോസ് പ്ലെയർ. റൗണ്ട് നോസ് പ്ലെയർ നമ്മൾ ഉപയോഗിക്കാം മെയിനായിട്ട് ലൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതുപോലെ ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഫ്യൂസ് വയറിൽ ഒരു ലോറിയിൽ ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നോർമലി ജ്വല്ലറി ചെയ്യുന്നവരൊക്കെ ഈ ഒരു എൻഡ് പ്ലെയറും കൊണ്ട് ചെയ്യാറുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ പ്ലെയറും കൊണ്ട് ചെയ്യാനറിയില്ല. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഈ ഒരു പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയറും കൊണ്ട് ചെയ്യാം. ഈ ഒരു ചുറ്റിച്ചെടുക്കുന്ന ഈ ഒരു രീതി ഇതാണ് കറക്റ്റ്. ആ ഒരു നമ്മൾ നോർമൽ പ്ലെയറും റൗണ്ട് നോസ് പ്ലെയറും ഉപയോഗിച്ച് കറക്റ്റ് ഈ ഒരു ലൂപ്പ് കിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഗുങ്കുരൂസ് അല്ലെങ്കിൽ ലോറിയൽസ് പോലെ തന്നെ ഉണ്ടാവും ഇതുകൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ള ഗുങ്കുരൂസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി പുതിയൊരു ഐറ്റം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നതാണ് പഞ്ച് ഹോൾ പ്ലെയർ. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് പഞ്ച് ഹോൾ പ്ലെയർ എന്ന് പറയുന്നത് പഞ്ച് ചെയ്തിട്ട് ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. മെയിനായിട്ട് ഈ ഒരു MDF ഉണ്ടല്ലോ, ഈ ഒരു MDF ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലിതുപോലെ ഹോള് വരും. വേണ്ടോ? നമ്മൾ മാലയൊക്കെ ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇയർ റിങ്സ് കണക്ട് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതല്ലാതെ നമ്മുടെ കുന്തൻ സ്റ്റോൺസിലൊക്കെ ഹോളില്ലാതെ വരുന്ന കുന്തൻ സ്റ്റോൺസ് ഉണ്ടാവും. ഈ ജുംക്ക ബേസിസിലൊക്കെ ഹോള് കുറവുള്ള ജുംക്ക ബേസിസ് ഉണ്ടാവും. അതിലൊക്കെ ജസ്റ്റ് ഇതുപോലെ വെച്ച് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വീഡിയോയിൽ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഹോൾ ഇതിന് കുറവാണ്. അത് നമ്മൾ പതിയെ ഇത് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചൊരു നമ്മുടെ ജംപ് റിങ്സൊക്കെ കയറാൻ പാകത്തിനുള്ള ആ ഒരു വലിപ്പം കിട്ടും ആ ഒരു ഹോളിന്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ഗുങ്കുരൂസും ലോറിയൽസും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതുണ്ടോ? അവിടെ ഹോള് തീരെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ജുംക്ക ബേസിൽ ഞാനിപ്പോൾ ഈ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ തീരെ ഹോൾ ഉണ്ടായിരുന്നില്ല. മെറ്റൽ കൊണ്ട് അത് ഫിനിഷായിരുന്നു. പക്ഷെ ഈ ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ടൂൾസാണ് മെയിനായിട്ട് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കട്ടറും ഈ ഒരു പ്ലെയറും വാങ്ങി നോക്കുക.
മെയിനായിട്ട് നമ്മൾ ഇതിനൊക്കെ തന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു 2 ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മേടിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്